ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭഗവാനേ നാരായണ ഹരേ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം. ശ്രീമന്നാരായണീയത്തിൽ 9-ാം ദശകത്തിൽ ബ്രഹ്മാവിൻ്റെ തപസ്സും ഭുവന നിർമ്മിതിയും പാരായണം തുടരുന്നു. ശ്ലോകങ്ങൾ 4, 5, 6. തഥാ സകല നാളികാ വിവരമാർഗഗോമാർഗയൻ പ്രയസ്യശതവത്സരം കിമപി നൈവ സംദൃഷ്ടവാൻ. നിവർത്യ കമലോദരീ സുഖനിഷണ്ണ ഏകാഗ്രധീഃ സമാധിബലം ആദദേ ഭവത് അനുഗ്രഹൈകാഗ്രഹീ. തഥാ സകല നാളികാ വിവരമാർഗഗോമാർഗയൻ പ്രയസ്യശതവത്സരം കിമപി നൈവ സംദൃഷ്ടവാൻ. നിവർത്യ കമലോദരീ സുഖനിഷണ്ണ ഏകാഗ്രധീഃ സമാധിബലം ആദദേ ഭവത് അനുഗ്രഹൈകാഗ്രഹീ. പിന്നെ ബ്രഹ്മാവ് താമരവളയത്തിൻ്റെ ദോരങ്ങൾ വഴി സഞ്ചരിച്ച് ആ അന്വേഷണത്തിൽ 100 ദിവ്യ സംവത്സരം പ്രയാസപ്പെട്ട് പ്രയത്നിച്ചു. എന്നിട്ടും ഒന്നും തന്നെ കണ്ടുകിട്ടിയില്ല. ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് മടങ്ങി വന്ന് താമരയ്ക്കുള്ളിൽ ഏകാഗ്രചിത്തനായി സുഖമായിരുന്ന് ഭഗവാന്റെ അനുഗ്രഹത്തെ മാത്രം കാക്ഷിച്ച് തപസ്സിരുന്നു. ശ്ലോകം 5. ശതേന പരിവത്സരർദൃഢസമാധിബന്ധുല്ലസത് പ്രബോധവിശദീകൃതഃ സകലു പത്മിനീ സംഭവഃ. അദൃഷ്ടചരം അത്ഭുതം തവ ഗിരൂപം അന്തർദൃശ്യ വ്യചഷ്ടപരിതുഷ്ടധീർഭുജഗഭോഗഭാഗാശ്രയം. ശതേന പരിവത്സരർദൃഢസമാധിബന്ധുല്ലസത് പ്രബോധവിശദീകൃതഃ സകലു പത്മിനീ സംഭവഃ. അദൃഷ്ടചരം അത്ഭുതം തവ ഗിരൂപം അന്തർദൃശ്യ വ്യചഷ്ടപരിതുഷ്ടധീർഭുജഗഭോഗഭാഗാശ്രയം. ആ ബ്രഹ്മാവ് 100 ദിവ്യ സംവത്സരം ഉറച്ച സമാധിയിൽ ലയിച്ചിരുന്നതിൻ്റെ ഫലമായി തെളിഞ്ഞു കിട്ടിയ ജ്ഞാനത്താൽ സന്തുഷ്ടനായി. ആ ജ്ഞാനം കൊണ്ട് പണ്ടു കണ്ടിട്ടില്ലാത്തതും കണ്ടുകിട്ടാൻ പ്രയാസമുള്ളതും അതിശയകരവുമായ അനന്തൻ്റെ ശരീരമാകുന്ന മെത്തയിൽ എഴുന്നള്ളിയിരിക്കുന്നതായ അങ്ങയുടെ അനന്തശായിയായ രൂപത്തെ ദിവ്യദൃഷ്ടി കൊണ്ട് ദർശിച്ചു. ശ്ലോകം 6. കിരീടമകുടോല്ലസൽക്കടകകാരകേയൂരയുഗ്മണിസ്ഫുരിതമേഖലം സുപരിവീതപീതാംബരം കളായ കുസുമപ്രഭം ഗളദല്ലോലസത്കൗസ്തുഭം
ബപുസ്തദ് അയി ഭാവയേ കമലജന്മനേ ദർശിതം. കിരീടമകുടോല്ലസൽക്കടകഹാരകേയൂരയുങ്മണിസ്ഫുരിതമേഖലം സുപരിവീതപീതാംബരം. കളായ കുസുമപ്രഭം ഗളദല്ലോലസൽകൗസ്തുഭം ബപുസ്തദ് അയി ഭാവയേ കമലജന്മനേ ദർശിതം. ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്ത ഭഗവാന്റെ ദിവ്യമംഗള വിഗ്രഹത്തിൻ്റെ വർണ്ണനയാണ് ഈ ശ്ലോകം. മണിക്കിരീടമാകുന്ന ശിരോഭൂഷണമണിഞ്ഞ് കടകവും മാലകളും തോൾവളകളും ധരിച്ച് രത്നങ്ങളാൽ തിളങ്ങുന്ന അരഞ്ഞാണം ധരിച്ച് മഞ്ഞപ്പട്ടുടയാട ചാർത്തിയ കായാമ്പുവിൻ്റെ കാന്തി കലർന്ന കഴുത്തിൽ കൗസ്തുഭരത്നം ശോഭിക്കുന്ന മംഗളവിഗ്രഹമാണ് ബ്രഹ്മാവിന് കാട്ടിക്കൊടുത്തത്. ഭഗവാനെ ഗുരുവായൂരപ്പ, അവിടുത്തെ ആ ദിവ്യമായ തിരുവുടൽ എൻ്റെ ദുഃഖശമനത്തിനായി ധ്യാനിച്ചു കൊള്ളുന്നു. നമസ്തേ. ശ്ലോകം 7, 8, 9 തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. ശ്രീമന്നാരായണീയത്തിൽ 9-ാം ദശകത്തിൽ ശ്ലോകങ്ങൾ 7, 8, 9 തുടരും നാളെ. നമസ്തേ.